ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് സ്വീഡിഷ് സ്റ്റൈൽ ചിക്കൻ സോസേജ് കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സോസേജ്, ഇതുപോലെ വലുതായിട്ടുള്ളൊരു സോസേജ് എടുക്കുക. അതിൻ്റെ ഔട്ടറിലേക്കായിട്ടുള്ള പ്ലാസ്റ്റിക് കവറിങ് റിമൂവ് ചെയ്ത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ നുറുക്കി മാറ്റിയെടുക്കുക. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവാളയും 1 കുടം വെളുത്തുള്ളിയുടെ 3/4 ഭാഗത്തോളവും നമുക്ക് വേണം. ഇത് രണ്ടും നമ്മൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വയ്ക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറും 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർക്കുക. ഇത് നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഓയിൽ ചേർക്കുന്നത് അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി സവാളയും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. വഴന്ന് വരാൻ വേണ്ടി നിൽക്കണ്ട, കാരണം നമ്മൾ ഈ ചിക്കൻ സോസേജ് ഈ സവാളയുടെ ഒപ്പം കിടന്ന് ഇതെല്ലാം ഒരേ സമയം തന്നെയാണ് നന്നായി മുരിഞ്ഞു വരേണ്ടത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളിതിനെ ഇളക്കി കൊടുക്കണം. അതായത് 2 സൈഡും, സോസേജിൻ്റെ എല്ലാ സൈഡും ഉണ്ടല്ലോ, നല്ല രീതിയിൽ മുരിഞ്ഞ് സവാളയും കൂടി അതിനൊപ്പം തന്നെ മുരിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നോക്കി പതിയെ അതിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞ് വന്നു തുടങ്ങിയില്ലേ. നമ്മൾ കുറച്ച് നേരം കൂടി എടുക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും തീ ഒത്തിരി കൂട്ടിയിടരുത്. തീ എപ്പോഴും ചെറുതിൽ തന്നെ വെക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി നമ്മളതിന് നന്നായിട്ട് മുരിയിച്ചെടുക്കും. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ക്യൂബ് ചിക്കൻ്റെ ഒരു ക്യൂബും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഫ്രഷ് ക്രീമായിട്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഈ ഫ്രഷ് ക്രീം ഏകദേശം ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരി കുറുകി വേണമെങ്കിൽ 1/2 കപ്പ് വരെ ഫ്രഷ് ക്രീം ചേർക്കാം കേട്ടോ. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് എത്രത്തോളം ചാറിലാണോ കൊഴുപ്പിലാണോ നമുക്ക് ഈ കറി ഇരിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം തന്നെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഒറിഗാനോയും, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സ്പൈസ് എന്ന് പറയുന്നത് തിമ്മിയാൻ എന്ന് പറയുന്ന സ്പൈസസ് ഉണ്ട്, ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അത് നമ്മുടെ കയ്യിലേക്കിട്ട് പതുക്കെ ഒന്ന് തിരുമ്മി കൊടുക്കണം, അല്ലെങ്കിൽ ഞാനൊന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിലൊന്ന് തിരുമ്മി കൊടുത്ത് ആ ഒരു പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാപ്രിക്ക പൗഡറാണ്. അത് എരിവില്ലാത്ത കറി, എരിവില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന കറി ഒരു നിറവും കിട്ടും. അതിന് വേണ്ടി കുറച്ച് പാപ്രിക്ക പൗഡർ ചേർക്കുക. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളയ്ക്കാൻ വേണ്ടി വെക്കുക. ഇതിപ്പോൾ നോക്കി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് സ്വീഡിഷ് സ്റ്റൈലിലുള്ള ചിക്കൻ സോസേജ് കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.